ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ സിനിമ സംസാരത്തിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. കാരണം ഇന്നലെയാണ് എനിക്കത് കാണാൻ പറ്റിയത്. ഇന്നലെ സെക്കൻഡ് ഷോ ആണ് ഞാൻ പോയി കണ്ടത്. രാത്രി 9 എനിക്ക് കലാഭവൻ തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടത്, തിരുവനന്തപുരത്തുള്ള. അപ്പം സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, വെളിയിൽ കുറച്ച് മഴയൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കും. പറ്റുന്ന രീതിയിൽ കുറച്ചില്ല സൗണ്ട് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ നമ്മളൊരു വലിയൊരു കൊമേഴ്ഷ്യൽ സിനിമ ആഗ്രഹിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഒരു സാധാ സിനിമ കാണാൻ പോയി കൊമേഴ്ഷ്യൽ എലിമെന്റ്സ് എല്ലാം ആ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ അത് നടന്ന സംഭവമാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് അകത്ത് അവർക്ക് ചേർക്കാൻ പറ്റുന്നതിൽ ഒരു പരിമിതിയുണ്ട്. പക്ഷെ എന്നാലും ഒരു നല്ല രീതിയിൽ കൊമേഴ്ഷ്യൽ കണ്ടന്റ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ചൊക്കെ കോമഡികളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിലോട് എത്തുമ്പോൾ സിനിമ സീരിയസ് ആയിട്ട് മാറുന്നുണ്ട്. കുറച്ചൊക്കെ ഇടയ്ക്ക് ഒരു ചെറിയ ഒന്ന് രണ്ട് കല്ലുകടികളൊക്കെ ഉണ്ടെങ്കിൽ സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തൂല. തിയേറ്ററിൽ നിന്ന് വെളിയിറങ്ങുന്ന ഒരാളിന് നല്ലൊരു സിനിമ കണ്ടു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ. ഒരു നിമിഷം പോലും സിനിമയിൽ ബോറടി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പിന്നെ അശ്വന്ത് കോക്ക് സിനിമയെ എതിർത്ത് പറഞ്ഞത് നിങ്ങൾക്ക് അറിയായിരിക്കും. ആ സിനിമയിലെ ടോവിനോയുടെ പെർഫോമൻസിനെ കുറിച്ചാണ് അശ്വന്ത് കോക്ക് പറഞ്ഞത്. വെറും ബോറായിരുന്നു, ഒരുമാതിരി അഴകൊഴഞ്ചനെ പോലെ ആയിരുന്നു, ചാന്തുമുട്ടിലല്ല ചക്കരമുത്തിന്റെ ദിലീപിനെ പോലെ ആയിരുന്നു എന്നെല്ലാമാണ് അശ്വന്ത് കോക്ക് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കറിയാം. എന്നാൽ എനിക്ക് തോന്നിയത് ഇതൊരു വേറിട്ട അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ സിനിമയിലും ഒരുപോലെ അല്ലാതെ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് ടൊവിനോ ഇതിൽ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് രണ്ട് രീതിയിലുള്ള ടൊവിനോ. അതായത് ആദ്യത്തെ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ള ഒരു ടൊവിനോയും, അത് കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് സീരിയസിലോട്ട് മാറുന്ന ഒരു ടൊവിനോയും. പക്ഷെ അതിന് ചെറിയൊരു അവിടെയാണ് എനിക്ക് ചെറിയൊരു കല്ലുകടി തോന്നിയത്. ഒരു ചെറിയൊരു സ്പോയിലറൊന്നുമല്ല. എന്നാൽ ഒരാൾ ഇത്രയും നോർമലായിട്ട് നടന്ന ഒരാൾ പോലീസ് വേഷം ഇട്ട് കഴിയുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവം മാറി അയാൾ ഒരു ഇടിയ പോലീസായി മാറുമോ, അല്ലെങ്കിൽ ഒരാളിനെ പെട്ടെന്ന് ആക്രമിക്കാൻ പോകുമോ എന്നൊക്കെ എനിക്കൊരു തോന്നൽ തോന്നി. അതൊക്കെ ചിലപ്പം അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ട് കളയാം. പക്ഷെ സിനിമ സൂപ്പർ സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എഫക്റ്റ് കിട്ടാനുള്ള സാധ്യത, അത്രത്തോളം എഫക്റ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഈ സിനിമയിൽ കുറച്ചൊക്കെ നെഗറ്റീവ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ അങ്ങനെ നെഗറ്റീവായിട്ട് കാണണ്ട. ആ സിനിമ നെഗറ്റീവായിട്ട് കാണാനുള്ള നെഗറ്റീവായിട്ട് കാണാനുള്ള നെഗറ്റീവുകൾ ഇല്ല സിനിമയ്ക്ക്. അത് കാരണം നല്ല സിനിമകളെ നമ്മൾ വാങ്ങി കീറിയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കുറെ നെഗറ്റീവുകൾ കിട്ടും. പക്ഷെ നമ്മൾ നല്ല സിനിമയെ സിനിമയായിട്ട് കാണണം. സിനിമയെ നമ്മൾ നശിപ്പിക്കാൻ നോക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിനിമയെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ആര് സിനിമ കണ്ടാലും ഈ സിനിമയെ കുറ്റം പറയില്ല. കാരണം നെഗറ്റീവുകളൊന്നും ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കത് തോന്നില്ല. നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നെഗറ്റീവുകളൊന്നും അല്ല. പെട്ടെന്ന് ഒരാളിലുണ്ടാവുന്ന ഷിഫ്റ്റ്, ആ ഒരു കാര്യം മാത്രമേ എനിക്ക് അതിന് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. അത് നമുക്ക് ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ് കണ്ടുപോകാന്നുള്ള കേസേ ഉള്ളൂ. പക്ഷെ പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ടില്ലെങ്കിൽ ഈ സിനിമ നഷ്ടമാണ്. കാരണം നമുക്ക് ടോവിനോയുടെ എനിക്ക് മറ്റേ അന്വേഷിപ്പിൻ കണ്ടെത്തും അങ്ങനത്തെ സിനിമകളൊന്നും എനിക്ക് ടോവിനോയുടെ ഇഷ്ടമല്ല. പക്ഷെ ഈ സിനിമ അടിപൊളി സിനിമ. കാരണം ഞാൻ ഒരു നടന്ന സംഭവത്തിന് ആസ്പദമാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു അവാർഡ് സിനിമയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ സിനിമ ഗംഭീരമായിട്ടുണ്ട്. നല്ല രീതിയിൽ മേക്കിങ് ഓമ്പോ. പിന്നെ എനിക്ക് കല്ലിലായിട്ട് തോന്നി ഒരു കഥാപാത്രം ചേരൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ആ ഒരു വേഷം ചേരന് കൊടുത്തതിൽ എനിക്ക് നല്ല രീതിയിലുള്ളൊരു അമർഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അശ്വന്ത് കോക്ക് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം ചേരേണ്ട വേഷമൊന്നുമല്ല. അതൊരു പഴവുണ്ണി. ചേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IPS ഉദ്യോഗസ്ഥരെന്ന് തോന്നൂല. അതിനകത്ത് ഒരു വേട്ടവാളിനെ കൊണ്ട് നിർത്തിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് എത്രയോ നല്ല നല്ല ആൾക്കാരുണ്ട്. നമുക്ക് സമുദ്രകനിക്ക് കൊടുക്കായിരുന്നു. അതുപോലെ ഫിസിക്കൊക്കെ ഒരുവിധം ഉള്ള ആൾക്കാർക്ക് ആ ഓഫീസർ റോൾ കൊടുക്കാതെ ചേരന് കൊടുത്തതിനോട് എനിക്കും എതിർപ്പുണ്ട്. ആ ഒരു കാര്യം, ആ രണ്ട് കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ മാത്രമേ ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. ബാക്കി എല്ലാം പോസിറ്റീവാണ്. പിന്നെ അടുത്ത വാർത്തയിലോട്ട് നോക്കുകയാണ്. ഈ തുടരുന്നു പറഞ്ഞ സിനിമ ഇപ്പോൾ 230 കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുണ്ട്. ഇപ്പൊ അതിനേക്കാളും കുറച്ചുകൂടെ കൂടി കാണും. പിന്നെ കേരളത്തിൽ നിന്ന് 120 കോടി രൂപയ്ക്ക് മുകളിൽ തുടർന്ന് പറഞ്ഞ സിനിമ നേടിയിട്ടുണ്ട്. 100 കോടി പോലും അടിക്കാതെ കിടന്ന ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ 120 കോടി രൂപ അടിച്ച് കയറി എന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമയുടെ പവർ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. 100 കോടി പോലും ഒരു സിനിമയ്ക്ക് തൊടാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന സിനിമയ്ക്ക് 120 കോടി രൂപ മലയാള സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന സിനിമ. പിന്നെ 30-ാം ദിവസവും 1 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമ മലയാളത്തിൽ. അങ്ങനെ ഒരു സിനിമയും ഇല്ല. ഒരാഴ്ച കഴിഞ്ഞാൽ പോലും 1 കോടി നേടാൻ കഷ്ടപ്പെടുന്ന മലയാള സിനിമ, സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയുള്ള കാലഘട്ടത്തിൽ 30-ാം ദിവസവും 1 കോടി രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് കളക്ഷൻ ലഭിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമയുടെ കഴിവ് അല്ലെങ്കിൽ ആ സിനിമയുടെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് അതിന് മനസ്സിലാവും. അതാണ് സിനിമ. വേറെ സിനിമകളൊന്നും കമ്പയർ ചെയ്യുന്നില്ല. അതാണ് സിനിമ. പിന്നെ 230 കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടി എന്ന് പറയുമ്പം ഇനി വെറും 33 കോടി രൂപ മാത്രം നേടിക്കഴിഞ്ഞാൽ മലയാളത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷനിലോട്ട് നമുക്ക് തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് പോകാൻ സാധിക്കും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നമുള്ളത് ഈ സിനിമയുടെ OTT ബിസിനസിനെ കുറിച്ചാണ്. ഈ OTT ബിസിനസ് ഒക്കെ അവർ ഡീലൊക്കെ നേരത്തെ ആക്കിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ
അവർക്ക് ആ സമയത്ത് ഇറക്കിയേ പറ്റുള്ളൂ. ഇനി അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമോ? ഹോട്ട്സ്റ്റാർ ആയതുകൊണ്ട് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹോട്ട്സ്റ്റാറും മോഹൻലാലും അങ്ങനെയുള്ള ടൈപ്പ് ഉണ്ട്. കാരണം അവർക്ക് ബിഗ് ബോസ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനേക്കാളും മുകളിലോട്ടുള്ള കാര്യങ്ങളും അഗ്രിമെന്റും അതൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഇളവ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ആമസോൺ പ്രൈമോ ബാക്കി നെറ്റ്ഫ്ലിക്സോ ആണെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്യൂല. പക്ഷേ ഇത് ഹോട്ട്സ്റ്റാറിന് കൊടുത്തതുകൊണ്ട് അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവർ 1-2 ആഴ്ചത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ ഷുവർ ഷോട്ടായിട്ടും അടിപൊളിയായിട്ട് എമ്പുരാനേക്കാളും മുകളിൽ കളക്ഷൻ നേടാനുള്ള സാധ്യതയുണ്ട്. കാരണം 30ാമത്തെ ദിവസം ഒന്ന് എമ്പുരായി 10 ലക്ഷം പോലും എത്താതെ കിടന്ന സാഹചര്യം. 30 ദിവസം ഓടിയെന്ന് പോലും സംശയമാണ്, ഓടിക്കാണില്ല. 10 ലക്ഷം പോലും എമ്പുരാന് കളക്ഷൻ ഇല്ല 30ാമത്തെ ദിവസം. ഇത് 30ാമത്തെ ദിവസവും കേരളത്തിൽ നിന്ന് 1 കോടി രൂപ നേടി പറയുമ്പോൾ സിനിമയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ ദിലീപിന്റെ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി 20 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേരിട്ടുണ്ട്. ഡീസെന്റ് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. സിനിമ പ്രോഫിറ്റ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ദിലീപിന്റെ കുറെ കാലത്തിനിടയിലുള്ള ഒരു സിനിമ പ്രോഫിറ്റ് ആവുകയാണ് ഇതോടുകൂടി. അപ്പം നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യമേ, ഈ സിനിമ പ്രോഫിറ്റ് ആകും എന്നുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ 4ാം ഭാഗം വരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനകത്ത് കാർത്തിയാണ് നായകനെന്നും എല്ലാവർക്കും അറിയായിരുന്നു. ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് വെളിവിട്ടിട്ടുണ്ട് 4ാമത്തെ പാർട്ടിൽ കാർത്തി തന്നെയാണ് നായകൻ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ മഹേഷ് നാരായണൻ മമ്മൂട്ടി മോഹൻലാൽ കോംബോയിൽ വരുന്ന സിനിമയുടെ എല്ലാ സ്റ്റില്ലുകളൊക്കെ റെഡി ആയിരിപ്പുണ്ട്. ഇനി പുറത്ത് വിട്ടാൽ മാത്രം മതി എന്നാണ് ആ സിനിമയിലെ സ്റ്റില്ലും ഇതൊക്കെ തയ്യാറാക്കുന്ന അരുൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ആ പുള്ളി ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്, ഈ സിനിമയ്ക്ക് വേണ്ടി. ഇതിന്റെ തിരക്കഥ പുള്ളി വായിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള തിരക്കഥയാണ്. മഹേഷ് നാരായണന്റെ മുൻകാല ചിത്രങ്ങൾ പോലെ തന്നെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കാഴ്ചക്കാരെ ആസ്വദിപ്പിക്കുന്ന രീതിയിലുള്ള തിരക്കഥയാണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി പടം ഇറങ്ങിയാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയൊക്കെ പോകുന്നുള്ള കാര്യം. കാരണം മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എന്നോട്ട് ഷൂട്ടിംഗ് വരുന്നൊന്നും പറയുന്നു. ഈ മാസം അവസാനം വരും, കഴിഞ്ഞ മാസം അവസാനം വരും. ഇപ്പൊ ഈ മാസം കഴിയുമ്പോൾ പറയും ഈ മാസം അടുത്ത മാസം 15-ാം തീയതി വരും, അത് കഴിയുമ്പോൾ പറയും അടുത്ത മാസം അവസാനം വരും. അതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോഴും മമ്മൂട്ടിക്ക് റെസ്റ്റ് തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം നരിവേട്ട എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് അത്രത്തോളം കാണികളെ ആസ്വദിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പിന്നെ നിങ്ങളുടെ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടണം. സിനിമ കണ്ടില്ലെങ്കിൽ കാണാൻ പോകുമെന്നുള്ള കാര്യം കൂടെ കമന്റ് ബോക്സിൽ ഇടണം. ഇല്ലെങ്കിൽ അത് കമന്റ് ബോക്സ് ഒക്കെ വായിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നവർക്ക് അതൊരു സഹായമാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.